4:30-ക്കുള്ള യാത്രയാണ് കേട്ടോ ഇത്. കണ്ടോ, റോഡിലൊന്നും ആരുമില്ല, ഒരു തിരക്കുമില്ല. ഇതിപ്പോൾ എവിടേക്കാണ് ഇത്രയും നേരത്തെ പോകുന്നതെന്നറിയോ? അതൊരു വലിയ ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. വേറെ എങ്ങോട്ടല്ല, ഗുരുവായൂർക്ക് തന്നെയാണ്. ഇപ്രാവശ്യത്തെ ഗുരുവായൂർ പോക്ക് ബസ്സിലായിരുന്നു കേട്ടോ. ഞാൻ കുട്ടിക്കാലത്തൊക്കെ എപ്പോഴും പോയിട്ടുണ്ടായിരുന്നത് ബസ്സിൽ തന്നെയായിരുന്നു ഗുരുവായൂർക്ക്. ഇപ്പോൾ പക്ഷേ കുറേ കാലമായി ബസ്സിൽ ഗുരുവായൂർക്ക് പോയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ കുറേ നേരം ബസ്സൊക്കെ കാത്തു നിന്നിട്ട് അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും 6:30 ആയി കേട്ടോ ഗുരുവായൂർ എത്തിയപ്പോഴേക്കും. എന്നിട്ട് ഇതാ നമ്മൾ ചെന്ന ഉടനെ തന്നെ മുല്ലപ്പൂവൊക്കെ അവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങി വെക്കാതെ നമുക്ക് വേറെ കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. ഇനി ഇതേ ഞങ്ങൾ വേഗം ക്യൂവിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ്. എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ അല്ലേ, ഗുരുവായൂരിൽ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്. ഇതാ നാളത്തോട് കൂടിയിട്ട് മാർച്ച് 9-ാം തീയതിയോട് കൂടിയിട്ട് ഉത്സവം അവസാനിക്കുകയാണ് ഈ വർഷത്തെ. അപ്പോൾ എന്തായാലും ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് നമ്മളും ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഫുഡിൻ്റെ അവിടെ ക്യൂ അല്ലേ ഇത്? പടിഞ്ഞാറ നടക്കേക്ക് ഇങ്ങോട്ട് പോകണം, മറ്റേ നടക്കേക്ക് അങ്ങോട്ട് പോകണം. പറയേണ്ടത് ഒരു വൈകുണ്ഠം ഒന്നും പറയാനില്ലല്ലോ. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഉത്സവകാലത്ത് തിരുവാതിരക്കളി ഉണ്ട്. 2 സ്റ്റേജിലാണ് കേട്ടോ ഇപ്രാവശ്യം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇപ്രാവശ്യം നമുക്ക് തിരുവാതിരയ്ക്ക് ചാൻസ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തൊഴാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ ഒക്കെ നമുക്ക് പിന്നെ പറയാം. അമ്പലത്തിൻ്റെ 4 ഭാഗത്തും കുളത്തിൻ്റെ അവിടെയും എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലോ എൻ്റെ ഭഗവാനെ, എന്താ ഒരു ഭംഗി എന്നറിയോ. ശരിക്കും പറഞ്ഞാൽ രാത്രിയിലാണ് കേട്ടോ. അതായത് ഞങ്ങൾ ചെല്ലണ സമയം ഒരു എന്താ പറയുക, രാവിലെയുള്ള സമയമില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലൈറ്റൊക്കെ നമുക്ക് കാണാനും കൂടെ സാധിച്ചു. കുറച്ച് കഴിഞ്ഞ് അതെല്ലാം ഓഫാക്കും. അപ്പോൾ എന്തായാലും രാത്രി സമയങ്ങളിലാണ് കൂടുതൽ ഭംഗിയായിട്ട് അതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പകൽ സമയമാകുമ്പോൾ പിന്നെ അതൊക്കെ ഓഫാവും. അങ്ങനെ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ വേഗം ഓടി കയറി ക്യൂവിൽ കയറി കേട്ടോ. കുറച്ച് നേരം നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറിയിട്ട് തൊഴാൻ പറ്റിയെന്ന് പറയുന്നതിൻ്റെ മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയ സമയത്തുണ്ടല്ലോ, ഞാനൊരു കാഴ്ച കണ്ടു. എൻ്റെ ദൈവമേ, അതിനെപ്പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ശരിക്കും ഉണ്ടല്ലോ, എനിക്കങ്ങനെ വിവരിച്ച് തരണം എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം ഉള്ളിലേക്ക് എല്ലാ ശിവേലി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഉത്സവകാലത്തുള്ള കാഴ്ച ശിവേലി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ കാഴ്ച ശിവേലി നടക്കുമായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ തൊഴുതിറങ്ങിയിട്ട് വേഗം ഓടിപ്പോകുന്നത് എവിടേക്കറിയോ? എൻ്റെ അമ്മേ, ഈ ഒരു കാര്യമാണ് എനിക്ക് മെയിനായിട്ട്. ഭഗവാനെ തൊഴണം, പിന്നെ ഈ ഒരു കാര്യം എന്താണെന്നറിയോ, ഉത്സവകാലത്തെ അവിടുത്തെ കഞ്ഞിയും മുതിരപ്പുഴുക്കും. എൻ്റെ ദൈവമേ, എനിക്കറിഞ്ഞൂടെ ഞാൻ എന്താണ് അത് ഇത്ര ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടുള്ളത്. എനിക്കതിൻ്റെ രുചി ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കൊതിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഉത്സവമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോകണത്. ഇപ്പോൾ കഴിഞ്ഞ ഉത്സവത്തിനാണ് ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കുന്നത് കേട്ടോ. അതിൻ്റെ മുമ്പേക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കഴിഞ്ഞ ഉത്സവത്തിനാണ് ഞാൻ ആ കഞ്ഞിയും മുതിരപ്പുഴുക്കും കഴിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അത് ആ രുചി വായിൽ നിന്ന് അങ്ങോട്ട് പോവാണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം അതിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ് കേട്ടോ. അപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട്. ഇത് കഞ്ഞിയുടെ ക്യൂ ആണ് കേട്ടോ. പക്ഷേ നമുക്ക് വേണ്ടത് കഞ്ഞിയാണല്ലോ. അപ്പോൾ എന്തായാലും അമ്മയും ഞാനും കൂടി വേഗം ഓടിപ്പോയി നമ്മൾ കഞ്ഞി കുടിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ അമ്മ, എനിക്ക് അത്ര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എന്താ ഇങ്ങനെ ഒരു ടേസ്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് ബാക്കി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. എനിക്കിത് എന്തോ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ അവിടെ വിളമ്പുന്നതിനെ പറ്റിയിട്ട് പറയണം കേട്ടോ. നമ്മൾക്കിത് എത്ര വേണമെങ്കിലും കഴിക്കാം, അതാണ് രസം. നമ്മളുടെ മുന്നിൽ വന്നിട്ട് മുതിരപ്പുഴുക്ക് വേണോ, പിന്നെയും വേണോ, കഞ്ഞിയിലിട്ടിട്ട് വേണോ, അതോ അപ്പുറത്തെ ഇലയിൽ വേണോ, അങ്ങനെ കഞ്ഞിയാണെങ്കിലും പുഴുക്കാണെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും. മുതിരയും അതുപോലെ തന്നെ ഇടിച്ചൊക്കെ ഇട്ടിട്ടുള്ള പുഴുക്കാണ് കേട്ടോ. എന്തൊരു ടേസ്റ്റ് അറിയാം. കൂടെ ശർക്കര പൊടിച്ചതും അതുപോലെ തന്നെ ഒരു നാളികേരപ്പൂളും ഉണ്ടാവും, പിന്നെ ഒരു പപ്പടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് പറഞ്ഞാൽ അതിൻ്റെ രുചി എനിക്ക് മനസ്സിൽ പോകുന്നു. ഉത്സവക്കഞ്ഞി കുടിച്ചു, ഭഗവാന്റെ പ്രസാദമുണ്ട്. ഭഗവാൻ ഗോലോകനാഥൻ അദ്ദേഹം
ബ്രഹ്മാദിദേവയല്ല. അപ്പോ ആ ഒരു കാഴ്ചപ്പാടിലാണ് ഗീതഗോവിന്ദ കാവ്യത്തെ നമ്മൾ കാണുന്നത്. പിന്നെ എൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ഭക്തി പ്രഭാഷണമാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ കുറച്ചു നേരം അത് കേട്ടിട്ടിരുന്നു. പിന്നെയുള്ള വേറൊരു സ്റ്റേജിൽ ഭക്തിഗാനമേളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. അതും കേൾക്കാൻ നല്ല രസമായിരുന്നു. പിന്നെയുള്ള 2 സ്റ്റേജുകളിൽ നടക്കുന്നത് തിരുവാതിരക്കളിയാണ്. എൻ്റെ ദൈവമേ, അവിടെ ഉണ്ടല്ലോ എത്ര ആൾക്കാർ എവിടെ നിന്നൊക്കെയാണ് തിരുവാതിര കളിക്കാൻ വേണ്ടി വരുന്നതെന്നറിയോ. പക്ഷേ എന്തോ അറിഞ്ഞൂടാ, നമ്മൾക്ക് ഇപ്രാവശ്യം അവിടെ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ. നമ്മൾ നേരത്തെ കൂട്ടി അതിന് വേണ്ടിയിട്ട് രജിസ്റ്ററൊക്കെ ചെയ്തതായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതുകൊണ്ടാണോ എന്തോ അറിഞ്ഞൂടാ, ഇപ്രാവശ്യം നമ്മൾക്ക് കിട്ടിയിട്ടില്ല. വിളിച്ച് അന്വേഷിക്കുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും നമ്മൾക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ വന്നിട്ടുള്ള ഓരോ ടീമുകളും അവരുടെ ഇങ്ങനെ മൊത്തത്തിൽ കാണാനും നല്ല ഭംഗിയല്ലേ. എല്ലാവരും ഒരുപോലെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. 2 സ്റ്റേജിലും നിറച്ചുണ്ട്. പക്ഷേ ഇത്രയും 2 സ്റ്റേജിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ശരിക്കും ഇത്രയും ടൈമൊക്കെ ആൾക്കാരവിടെ കളിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവസരം തന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ ഒരു വിഷമം നല്ലോണം ഉണ്ട്. എന്തായാലും എല്ലായിടത്തും ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എല്ലായിടത്തും കൂടെ നടന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഇത് ഈ ഒരു ലോക്കറ്റ് കണ്ടത്. ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു ലോക്കറ്റ് ഭയങ്കര ഭംഗിയാണല്ലേ. ഇതൊക്കെ ഭയങ്കര കുട്ടിക്കാലം തൊട്ട് കാണുന്നതാണ്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ 1 മാസം പോലും ആയിട്ടില്ല ഗുരുവായൂർക്ക് ഇതിൻ്റെ മുന്നേ പോയിട്ട്. അന്ന് ഒരുപാട് മേടിച്ചു. ഇപ്രാവശ്യം അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചേട്ടോ. അതെന്താണെന്ന് അറിഞ്ഞൂടാ, ഗുരുവായൂർ പോയാൽ അത് പതിവാണ്. അവിടെ ഭക്തി പ്രഭാഷണം നടക്കുന്നുണ്ട് പറഞ്ഞില്ല. അമ്മ അവിടെ ഇരുന്നു. അമ്മ പറഞ്ഞു കുറച്ച് സമയം ഞാനിവിടെ ഇരിക്കട്ടെ, നീ എന്തായാലും അപ്പോൾ കുറച്ച് അവിടേക്ക് എല്ലായിടത്തും പോയിട്ട് വന്നോളൂ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അവിടേക്കൊന്ന്, അധികമൊന്നുമില്ല, കുറച്ച് ദൂരം ഒക്കെ ഒന്ന് അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് പോയി. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കലൊക്കെ ആണല്ലോ നമുക്ക് മെയിൻ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതൊക്കെ ഉത്സവത്തിന് വേണ്ടിയിട്ട്. പിന്നെ പടിഞ്ഞാറേ നടക്കലാണ് ശരിക്കും ആ ഒരു കാര്യം. അവിടെ ഈ സദ്യക്ക് വേണ്ടിയിട്ടുള്ളതും കഞ്ഞിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പച്ചക്കറികൾ നുറുക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങൾ. പക്ഷേ ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അതെനിക്ക് പിന്നീടാണ് അയ്യോ അത് ഞാൻ മിസ്സാക്കിയല്ലോ എന്നുള്ള തോന്നലുണ്ടായത്. ആ ഭാഗത്തേക്ക് ഞാൻ അവിടെ വെച്ചിട്ട് നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഇപ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആരെയും കൂടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറേ പേരൊക്കെ ഉള്ളിൽ നിന്നാണ് കണ്ടത്. പിന്നെ പുറത്തുനിന്നും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതിൽ കണ്ട ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കും കഴിഞ്ഞ പ്രാവശ്യം അവിടെ തിരുവാതിരയ്ക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല എന്നുള്ളത്. പിന്നെ കുറേ പേര് നമ്മളുടെ കമൻസിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം എന്നുള്ളത്. എന്തായാലും കിട്ടിയവരോടൊക്കെ സന്തോഷം, അവർക്ക് എന്തായാലും ഭാഗ്യമായി. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഞാനൊരു കാര്യം പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമ്മളിങ്ങനെ ക്യൂവിൽ നിന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തെ ആ ഒരു കാഴ്ച, നമ്മൾ ക്യൂവിൽ ഇങ്ങനെ കുറേ നേരം നിന്ന് കഴിക്കുമ്പോൾ അവിടെ ഇരിക്കുകയാണ്. പക്ഷേ എന്നാലും അതെ, നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും, അങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെ ആ ഒരു തളർച്ചയോട് വിട്ടിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ പെട്ടത്. അങ്ങനെ കയറുന്ന സമയത്ത് ഉണ്ടല്ലോ എൻ്റെ അമ്മയെ കണ്ട ഒരു കാഴ്ച എന്ന് പറയണത് 3 ആനകൾ അതിങ്ങനെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ ആയി തിടമ്പേറ്റിയിട്ട് നിൽക്കുന്ന 3 ആനകളെയാണ് കേട്ടോ. നടുവിലത്തെ ആനയുടെ മുകളിൽ ഇങ്ങനെ തിടമ്പേറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 100 ആൾക്കാരുണ്ട് അവിടെ. മേളം നടക്കുന്നുണ്ട്. എന്തോ ഒരു രസമാണത് കേൾക്കാൻ എന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ ഒരു 10-16 കൊടിക്കൂറകളൊക്കെ ആയിട്ട്, ഇതിനൊക്കെ പേര് ശരിക്കും ഇങ്ങനെയാണോ പറയുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പലതിൻ്റെയും പേര് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ പുറത്ത് കാവടി പോലെയൊക്കെ കാണുന്ന കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അതിങ്ങനെ കയ്യിൽ വെച്ച് തിരിച്ച് അങ്ങനെയുള്ള ഒരു കാര്യം. ഇതിൻ്റെയൊക്കെ പേര് എനിക്ക് അറിഞ്ഞൂടാ അതെന്താണെന്നുള്ളത്. പക്ഷേ ഇതൊക്കെ കൂടി നമ്മളതിൻ്റെ ഉള്ളിലങ്ങോട്ട് കയറി കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ഇങ്ങനെ സ്വപ്നത്തിലൊക്കെ എന്തെങ്കിലും ഒരു കാഴ്ച കാണില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, അതുപോലൊരു കാഴ്ചയാണ്. ശരിക്കും നമുക്കിങ്ങനെ അയ്യോ ഇത് സ്വപ്നമാണോ എന്ന് തോന്നും. പിന്നെ ഇത്ര ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കിത് ശരിക്കും കണ്ണിൽ മാത്രമല്ലേ കാണുന്നുള്ളൂ, അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമുണ്ടല്ലോ. അതൊക്കെ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഈശ്വര ഞാൻ വീഡിയോ എടുത്തതിന് ഫോട്ടോ എടുത്താനൊക്കെ തോന്നും. പക്ഷേ ഇത് ഉള്ളിലാണ്, നമുക്ക് അതിനൊന്നും പറ്റില്ല. ആ ഒരു കാഴ്ച ശിവയിൽ നേരിട്ട് കണ്ടിട്ടുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത്ര രസമാണ് അതങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്കൊരു സ്വപ്നത്തിൽ നിന്ന് നമ്മളതിങ്ങനെ കേൾക്കുന്ന പോലെ അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ സുഖമായി ഉള്ളിൽ കയറി തൊഴുതു വന്നത്. എന്തായാലും എനിക്കൊന്നും പറയണമെന്നുണ്ടായിരുന്നു, അത്ര രസമാണത്. പറഞ്ഞു വന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ പോലെ ആയല്ലേ. എന്താ അറിയാം, നമുക്ക് ശരിക്കും പറയില്ല, നമ്മൾ ഗുരുവായൂരിന് ഒരു വൈകുണ്ഠം എന്ന് പറയണത് ശരിക്കും
ശരിക്കും നമുക്ക് കാഴ്ച കൊണ്ട് മാത്രമല്ല, നമുക്ക് ശരിക്കും ആ ഒരു ഫീല് ശരിക്കും കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. ശരിക്കും ഒരു വൈകുണ്ഠത്തിലെത്തിയ ഒരു ഫീല് നമുക്കിങ്ങനെ മനസ്സ് നിറഞ്ഞിരിക്കുന്ന പോലെ. പിന്നെ എപ്പോഴും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഗുരുവായൂരിലത്തെ കാര്യം പറയുന്ന സമയത്ത് അത് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഓ ഭാഗ്യമാണല്ലോ ഇതിങ്ങനെ പോകാൻ പറ്റുന്നുണ്ടല്ലോ ഗുരുവായൂർക്ക്, ഇതുവരെ പോകാത്തവരുണ്ട്, പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇത് പോകുന്നത് ഭാഗ്യമാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ്. അത് അവിടെ എത്തിയിട്ട് ശരിക്കും നമ്മൾ അനുഭവിച്ചറിയുമ്പം അപ്പം തന്നെയാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാനിങ്ങനെ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതൊക്കെ എങ്ങനെ മനസ്സിലാവും, എങ്ങനെ ഫീൽ ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം നമ്മൾ ബസ്സിലാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് പോന്നിട്ടുള്ളതല്ലോ. കാരണം കുട്ടികൾക്കൊക്കെ എക്സാം നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിന്ന് കറങ്ങാനുള്ള സമയവുമില്ല, തിരിച്ച് വീട്ടിലേക്ക് വേഗം പോവണം. ഈ കാണുന്നത് അവിടെ ഒരു ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റേതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഒരുപാട് സമയം കാണാനുള്ളതൊക്കെ ഉണ്ട്. ഫ്ലവർ ഷോ ഒക്കെ കാണാൻ നമുക്ക് ഇഷ്ടമുള്ള തന്നെയാണ്, പക്ഷേ എന്തായാലും സമയമില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നു. അമ്മന്നെയാണ് പറഞ്ഞത് കേട്ടോ, വേണ്ട, ഞാൻ ചോദിച്ചു ഉള്ളിലേക്ക് കയറി കാണണമെന്നൊക്കെ, പക്ഷേ സമയം പോകും, നമുക്ക് അത്ര സമയമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓക്കെ എന്നാൽ അത് വേണ്ടാന്ന് കരുതിയിട്ട് പോകുന്നു. പിന്നെ ഇതാ കിഴക്കേ നടക്കിലുള്ള ഈ ഒരു ഭാഗം ഇതാ ഗരുഡനും പൂന്താനവും ഒക്കെ കാവലിൽ നിൽക്കുന്ന മഞ്ജുളാല്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കാറിൽ പോകുന്ന സമയത്ത് അധികം ഇവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ശരിക്കും വൃത്തിക്ക് വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ ഇതൊക്കെ പുതുക്കിയിട്ട് ഇപ്പം വേറെ വെച്ചതാണല്ലോ. അപ്പോൾ അതിനുശേഷം ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൂന്താനത്തിൻ്റെ മഞ്ജുളാല് കണ്ടിട്ടുണ്ടായിരുന്നു, അല്ല ഗരുഡൻ്റെത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ പൂന്താനത്തിൻ്റെ വെച്ചതിന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കണ്ടു. പിന്നെ അവിടെ പൂവിട്ട് നിൽക്കുന്ന ഒരു ബോഗൻവില്ലയുടെ ഇതാണ് കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിൽ മനസ്സിലാവുണ്ടോ അറിയില്ല, ആ ഒരു അവിടെ മൊത്തം ഇങ്ങനെ പൂത്തലഞ്ഞ് നിൽക്കുകയാണ്. അത് എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വന്ന് ഇതെല്ലാം വൃത്തിക്ക് കണ്ട് അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണേ. അല്ലേ ബോഗൻവില്ല അമ്പമ്പോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, എപ്പോൾ പോവുകയാണെന്ന് വെച്ചെങ്കിലും ഗുരുവായൂർക്കാണ് പോകുന്നുണ്ടെങ്കിൽ കൈ നിറയെ സാധനങ്ങളായിട്ട് തന്നെയാണ് തിരിച്ചു വരേണ്ടാവുക. അതങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി, നമുക്ക് പോകാനുള്ള ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഗുരുവായൂർ ഉത്സവത്തിന് എന്തായാലും തിരുവാതിരക്കളിക്കോ കിട്ടിയില്ല, ആ ഒരു വിഷമം നല്ല പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഗുരുവായൂരിൽ ഉത്സവ സമയത്ത് വരണം, ഭഗവാനെ തൊഴണം, അതുപോലെ തന്നെ ആ ഒരു കഞ്ഞി കുടിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും അതെല്ലാം നടന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഗുരുവായൂർ ഉത്സവത്തിന് പോകാൻ സാധിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ കാഴ്ചശീവേലി കണ്ടിട്ടുള്ളവരും അതുപോലെ തന്നെ ഇപ്രാവശ്യം തിരുവാതിര കളിക്കാൻ ഭാഗ്യം കിട്ടിയവരും ഭാഗ്യം കിട്ടാത്തവരും അതുപോലെ തന്നെ ആ കഞ്ഞി കുടിച്ചവരും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമ്മുടെ ഗുരുവായൂർ വീഡിയോസ് കാണാൻ ഒരുപാട് ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്പെഷ്യലായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉത്സവ സമയത്ത് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ. ഇതതിൻ്റെ വളരെ കുറച്ച് സമയത്തെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.